നമ്മുടെ ഈ വരുന്ന PG എക്സാം വൺ വേർഡ് ആണോ അതോ ഡിസ്ക്രിപ്റ്റീവ് ആണോ എന്ന് ആർക്കെങ്കിലും അറിയാമോ? വൺ വേർഡ്സ് എന്നാ മിസ് പറഞ്ഞു. ഓ താങ്ക് യു. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഹോസ്പിറ്റൽ ഫംഗ്ഷനിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മള് തുടങ്ങി വെച്ചായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ എല്ലാവരും? നമ്മള് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ആണ് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഓർഗനൈസേഷൻ ആണ്. അവിടെ ഗാലക്സി ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ, ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഓരോ ദിവസത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പോൾ ടെസ്റ്റുകളാകാം, പേഷ്യൻസ് വരുന്നു, റിസൾട്ടുകൾ, ടെസ്റ്റുകള്, രോഗനിർണയങ്ങള്, അതോടൊപ്പം തന്നെ സർജറികളുണ്ട്, ട്രീറ്റ്മെന്റ്സുകളുണ്ട് അല്ലെ, തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളും മാറ്റം വരുന്നു അല്ലെ. ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആക്ടിവിറ്റീസുകൾ അവിടെ അവർ ഡെയിലി ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിന്റെ 4 ഫങ്ഷൻസ് ആണ്. ഒത്തിരി ഫങ്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ അതിന് മെയിൻ ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് 4 4 എന്ന് പറഞ്ഞത് ക്യൂറേറ്റീവ് ഫങ്ഷൻ, പ്രിവെന്റീവ് ഫങ്ഷൻ, ട്രെയിനിങ് ഫങ്ഷൻ, ദെൻ റിസർച്ച് ഫങ്ഷൻസ്. ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്നിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ 4 ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഇനി അവ ഓരോന്നിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 4 ഫങ്ഷൻസ്. ഈ ഒരു ചാപ്റ്റർ അത്രയേ ഉള്ളൂ, ഒരു വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് ഹോസ്പിറ്റലിന്റെ മെയിൻ ആയിട്ടുള്ള ഈ 4 ഫങ്ഷൻസിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മാക്സിമം സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ വലിയൊരു ചാപ്റ്റർ ആയിട്ടല്ല ടീച്ചർ വന്നിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് ഈ ഓരോ ഫങ്ഷൻസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എക്സാമും കുറെ പേർക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ് അല്ലെ. കുറെ ബാച്ചസിന് എക്സാം വരുന്നു, എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. അതുകൊണ്ട് കുറച്ച് സ്ലോലി തന്നെയായിരിക്കും ഈ ഒരു ടൈമില് ടീച്ചേഴ്സ് ക്ലാസ് പോകുന്നത്. എക്സാമിന് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു നോർമൽ സ്പീഡിലേക്ക് ആകും കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യൂറേറ്റീവ് ഫംഗ്ഷൻ അല്ലെ. ഇപ്പൊ ക്യൂറേറ്റീവ് വേർഡ് മീനിങ് എന്താ? ക്യൂറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ക്ലാസ്സിലാണ്. എന്തായിരുന്നു ക്യൂറേറ്റീവ് എന്ന് പറയുമ്പോൾ? ക്യൂർ എന്നുള്ളൊരു മീനിങ് തന്നെ അല്ലെ. രോഗശമനം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ രോഗശമനം എന്ന് പറയാം അല്ലെ. രോഗത്തിൽ നിന്നും ആ ഒരു പേഷ്യന്റിനെ
ഭേദമാക്കുന്നത്. ഓക്കെ, രോഗത്തിൽ നിന്ന് പേഷ്യൻസിനെ ഭേദമാക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. നോക്കാം കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻ. It is the primary function of a hospital and concerned with providing patient care. അപ്പൊ ഒരു പ്രൈമറി ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ക്യൂറേറ്റീവ് ഫംഗ്ഷന് പറയുന്നത്. അല്ലെ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഒരു ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? മെയിൻ ലക്ഷ്യം എന്താണ് നമുക്കറിയില്ലേ? എന്താ ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാന ലക്ഷ്യം? അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് കെയർ കൊടുക്കുക, അല്ലെ? അല്ലെങ്കിൽ രോഗശമനം, രോഗമുള്ള പേഷ്യൻസിന്റെ എല്ലാം രോഗം മാറ്റുക, അതിനുള്ള സർവീസസുകൾ, ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുക എന്നതാണ് ഒരു പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത്. സോ ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ. ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ്. കിട്ടുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ ആ പോയിന്റ്. ഹോസ്പിറ്റൽ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻ. അതായത് പേഷ്യൻസിന്റെ രോഗശമനം മീൻസ് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഓക്കെ, then concerned with providing patient care, പേഷ്യൻസിന്റെ പരിചരണം, അല്ലെ? രോഗി പരിചരണത്തിനാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൈമറി ഫംഗ്ഷൻ ആണ്. then പേഷ്യൻസിന് രോഗി പരിചരണമാണ് നമ്മൾ നൽകുന്നത്. It means any type of care given to the patient by the health team members. അതിനർത്ഥം ആ ഹെൽത്ത് കെയർ ടീം, അതായത് ഹെൽത്ത് ടീം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ആകുന്നത്? ആരൊക്കെയാണ് ഹെൽത്ത് ടീം എന്ന് പറയുന്നത്? ഡോക്ടർ ഉണ്ടാകാം, ദെൻ ഡോക്ടർ മാത്രമാണോ? നഴ്സസ് വരാം, ഡോക്ടർ, നഴ്സ്, ദെൻ ടെക്നിക്കൽ, അല്ലെ? ടെക്നീഷ്യന്മാർ വരാം, ദെൻ അസിസ്റ്റന്റുകള്, OP അസിസ്റ്റന്റ്, ദെൻ മറ്റോരോ ഡിപ്പാർട്ട്മെന്റുകളിലും പ്രവർത്തിക്കുന്നത് ആ ഹോസ്പിറ്റലിനുള്ളിലെ ഫാർമസിസ്റ്റ്. ഒരു ഹോസ്പിറ്റലിനുള്ളിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളൊക്കെയാണ് നമ്മൾ ഹെൽത്ത് ടീം മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ പേഷ്യൻസിന് ഹെൽത്ത് ടീം മെമ്പേഴ്സ് കൊടുക്കുന്ന, പേഷ്യൻസിന് നൽകുന്ന എല്ലാ പരിചരണവുമാണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലെ, ഇപ്പോൾ ലബോറട്ടറിയിൽ നമുക്ക് ലാബ് ടെസ്റ്റുകൾ ചെയ്യുന്നു, പേഷ്യന്റിന് ചിലപ്പോൾ എക്സ്റേ എടുക്കുന്നു, സ്കാനിങ് ചെയ്യുന്നു, സർജറി ചെയ്യുന്നു, അല്ലെ? അങ്ങനെയുള്ള ഓരോ ഹെൽത്ത് ടീമുകളും കൊടുക്കുന്ന എല്ലാ പരിചരണങ്ങളെയുമാണ് നമ്മൾ ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് മീൻസ് എനി ടൈപ്പ് ഓഫ് കെയർ given to the patient by health team members. ഹെൽത്ത് ടീം മെമ്പേഴ്സ് പേഷ്യൻസിന് നൽകുന്ന എല്ലാ രീതിയിലുമുള്ള പരിചരണത്തെയാണ് നമ്മൾ ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓൾസോ ഇൻക്ലൂഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു പേഷ്യന്റ്. അതിനൊപ്പം തന്നെ പേഷ്യൻസിന് ഹെൽത്ത് എഡ്യൂക്കേഷനും കൊടുക്കുന്നു. എന്തൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ? എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് പറയാമോ? ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡയറ്റ് ഒക്കെ കൊടുക്കാം, അല്ലെ? ഇപ്പൊ ഓരോ പേഷ്യൻസിനും ഇത്ര ഡയറ്റ് ചാർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാം. വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ അറിവില്ല? ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവയർനെസ് ക്ലാസ്സുകൾ പോലെയൊക്കെ എടുക്കാറുണ്ട്. നമ്മുടെ വാർഡിലേക്ക് അഡ്മിറ്റ് ആകുന്നതെങ്കിൽ കൗൺസിലിംഗ് പറയാം. അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സുകൾ, ഇപ്പൊ വാർഡിലേക്ക് കിടക്കണമെങ്കിൽ ഇതുപോലെ എനിക്ക് തോന്നുന്നു മെറ്റർണിറ്റി വാർഡിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഫീഡ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അവരുടെ ഭക്ഷണ രീതികള്, അല്ലെ? അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗ്നൻസി ടൈമിൽ. ഓക്കെ, അപ്പോ പ്രഗ്നൻസി ടൈമിലെ കെയറുകൾ എങ്ങനെയാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാം. ഇതെല്ലാം ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്, അല്ലേ? ദെൻ നിങ്ങൾ പറഞ്ഞ പോലെ ക്യാമ്പുകൾ, മെഡിക്കൽ ചെക്കപ്പുകൾ, ക്യാമ്പുകളൊക്കെ അറേഞ്ച് ചെയ്യാം. ഇതൊക്കെ കൂടുതലും പേഷ്യൻസിന്റെ ആരോഗ്യത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. സോ ഇതെല്ലാം ഇനി നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനും പേഷ്യൻസിന് നൽകാം. അതോടൊപ്പം തന്നെ മീഡിയ വഴിയൊക്കെ നൽകാം. ഈ മാസ് മീഡിയ വഴി നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളും ഇപ്പോ പോസ്റ്ററുകൾ, ഇപ്പൊ വാട്സപ്പ് വഴി മെസ്സേജുകള് അല്ലെങ്കിൽ പോസ്റ്ററുകള്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? മീഡിയ വഴി നൽകാം. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ, ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഫംഗ്ഷനിൽ പറയുന്നത്, ക്യൂറേറ്റീവ് ഫംഗ്ഷൻ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കാം കേട്ടോ. ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി ഫംഗ്ഷൻ ആണ്. ഈ ഹോസ്പിറ്റലിന്റെ ഒരു പ്രൈമറി ഫംഗ്ഷൻ ആണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് കൺസേൺഡ് വിത്ത് പ്രൊവൈഡിങ് പേഷ്യന്റ് കെയർ, രോഗി പരിചരണത്തിനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then it means any type of care given to the patient by the health team members. Health team members, അതായത് ഡോക്ടേഴ്സ് ആകാം, നഴ്സ് ആവാം, ടെക്നീഷ്യൻസ് ആവാം, ഫാർമസിസ്റ്റ്, ലബോറട്ടറി സ്റ്റാഫ്,
തുടങ്ങിയ ഹെൽത്ത് ടീം മെമ്പേഴ്സ് പേഷ്യൻസിന് നൽകുന്ന പരിചരണത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ പേഷ്യൻസിന് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമ്പുകളാകാം, അവയർനെസ് ക്ലാസ്, ഡയറ്റ് ചാർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ, പേഷ്യൻസിന്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള അവയർനെസ് ക്ലാസ്സുകളും ഹെൽത്ത് എഡ്യൂക്കേഷൻ പേഷ്യൻസിന് കൊടുക്കുക. ഇത്രയുമാണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ വരുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഫംഗ്ഷൻ ക്ലിയർ ആയി എല്ലാവർക്കും? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒന്നാമത്തെ ഫംഗ്ഷൻ വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എന്നൊന്ന് നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം മനസ്സിലാക്കി വായിക്കാം. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് എളുപ്പമുള്ള ചാപ്റ്റർ ഒക്കെ ആണെങ്കിൽ മാക്സിമം നമ്മളുടെ ആ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ ഒന്നാമത്തെ ഫംഗ്ഷൻ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ഇനി സെക്കൻഡ് ഫംഗ്ഷനിലേക്ക് പോകാം. സെക്കൻഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത് പ്രിവെന്റീവ് ഫംഗ്ഷൻ. എന്താ പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് പ്രിവെന്റീവ്. വരാതിരിക്കാൻ, അതൊക്കെ നമുക്ക് വേറെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തടയുക, അല്ലെ? പ്രതിരോധം മീൻസ് അസുഖങ്ങൾ വരാതെ തടയുക, പ്രതിരോധം. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമുക്കൊരു പിക്ചർ വന്നിട്ടുണ്ട് PDF അല്ലെ? പ്രിവെന്റീവ് കെയറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് PDF കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഒരു പിക്ചർ ഒന്ന് ശ്രദ്ധിക്കാം. പ്രിവെന്റീവ് കെയറിൽ എന്തൊക്കെയാണ് വരുന്നത്? എന്തൊക്കെയാണ് പ്രിവെന്റീവിൽ വരുന്നത്? റെഗുലർ ചെക്കപ്സ്, വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, ക്യാൻസർ സ്ക്രീനിങ്സ്, pregnancy and newborn care, routine care for children, patient counseling, medical test. ഓക്കെ, ഇതൊക്കെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യില്ലേ? ഒരു കുട്ടി ജനിച്ച് ഫസ്റ്റ് തന്നെ നമ്മള് ഒരു വാക്സിൻ എടുക്കും. ഏതായിരുന്നു ഓർമ്മയുണ്ടോ? BCG എടുക്കും അല്ലേ? അപ്പൊ BCG തുടങ്ങി പിന്നെ ഒരു 1.5 മാസത്തിൽ ഒരു വാക്സിൻ വരും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 45 ഡേയ്സിന്റെ ഒരു വാക്സിൻ. വീണ്ടും കുഞ്ഞിത്തിരിയും കൂടി വലുതായതിനു ശേഷം 5 വയസ്സിലുള്ള വാക്സിൻ ഉണ്ട്, 10 വയസ്സിലുണ്ട്, 15 വയസ്സിലുണ്ട് അല്ലെ? TT എടുക്കാം. അതോടൊപ്പം തന്നെ ഇപ്പൊ വൈറ്റമിൻസ് ഒക്കെ ആണെങ്കിൽ വൈറ്റമിൻസ് കൊടുക്കും അല്ലെ? ഇങ്ങനെ വാക്സിനേഷൻ ഒക്കെ നമ്മൾ എടുക്കുന്നത്, അങ്ങനെ എടുക്കുന്നത് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണോ വാക്സിൻ എടുക്കുന്നത്? നിർബന്ധമുണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വാക്സിൻ എടുക്കുന്നത്? ചുമ്മാ അങ്ങനെ എടുക്കുന്നതിന്റെ പേരിൽ എടുക്കുന്നതാണോ? അല്ല, ഇമ്മ്യൂണിറ്റി കിട്ടാനായിട്ട് അല്ലെ? പല വിധത്തിലുള്ള ഓരോ വാക്സിനുകളും ഓരോ അസുഖങ്ങളും പ്രതിരോധിക്കാനായിട്ടുള്ളതാണ്. അല്ലേ? ഈ ഓരോ വാക്സിനും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഓരോ അസുഖങ്ങളും വരാതിരിക്കാനാണ്. പഴയ ഒരു കാലത്ത്, അതായത് പണ്ട് കാലങ്ങളിൽ ഇത്രയും വാക്സിനൊക്കെ ഉണ്ടായിരുന്നോ? പഴയ ആളുകൾക്ക് ആ സമയത്തൊക്കെ ഇങ്ങനെ ജനിച്ചുടനെ തന്നെ BCG അങ്ങനെ ഓരോ മന്തും വാക്സിനുകൾ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? അപ്പൊ പണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി അസുഖങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ കാലത്തുള്ള അസുഖങ്ങള്, പഴയ കുറച്ച് അസുഖങ്ങള് ഇപ്പൊ നമുക്ക് അങ്ങനെ അധികം ഇല്ല അല്ലേ? അധികം ഇല്ലാന്ന് തന്നെ പറയാം. കാരണം എന്തുകൊണ്ടാണ്? നമ്മള് വാക്സിനൊക്കെ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇല്ലാന്നല്ല പറയുന്നത്, എങ്കിലും അത്രത്തോളം നമുക്ക് അധികം ഇഫക്റ്റീവ് മീൻസ് അതിനുള്ള മെഡിസിനുകൾ ഉണ്ട്, നമുക്കിപ്പോ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള വാക്സിനുകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ വാക്സിനുകളൊക്കെ എടുത്ത് പോളിയോ എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇവരൊക്കെ വാക്സിന്റെ അഭാവം മൂലമൊക്കെ വരുന്ന പോളിയോ ഒക്കെ വരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? വാക്സിൻ മീസിൽസും ഒക്കെ അതൊക്കെ ഇപ്പൊ നമുക്ക് അധികം അങ്ങനെ കേട്ടറിവില്ലാലോ നമുക്ക്. കാരണം അതിനുള്ള വാക്സിനൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലേ? അപ്പോ വാക്സിനുകളൊക്കെ നമുക്ക് എടുക്കുന്നത് മൂലം നമുക്ക് പരമാവധി പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലേ? അസുഖങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? തടഞ്ഞു നിർത്താൻ പറ്റും. ക്യാൻസർ സ്ക്രീനിങ്സ്, ക്യാൻസർ ടെസ്റ്റുകൾ ഇപ്പോ റെയറായിട്ടല്ല, ഇപ്പൊ കൂടുതൽ പേരിലും അല്ലെ? ഒരു എന്താ പറയാ, 100% ഒരു 28 അല്ല 30% ആളുകളിലെ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖമുണ്ട് അല്ലേ? കുഞ്ഞു കുട്ടികളിലും മുതൽ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം ഇപ്പൊ കുറച്ച് അല്ലെ കൂടുതലാണ്.
സോ അങ്ങനെ സ്ക്രീനിങ്സുകൾ നടത്താറ്. ഇപ്പൊ നമുക്ക് ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും ക്യാൻസർ ടെസ്റ്റുകൾ ചെയ്തത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളും ഇങ്ങനെ പരമാവധി നമ്മുടെ ലൈഫ് സ്റ്റൈൽസിനെ കൂടിയൊക്കെ തന്നെയാണ് ഈ ക്യാൻസർ വരുന്നത്. അത് പാരമ്പര്യമായിട്ട് വരുന്ന അസുഖമല്ലല്ലോ. അപ്പൊ അത് നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങളിലും നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഒത്തിരി അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് കൂടുതലും ക്യാൻസറുകളൊക്കെ വരുന്നത്. സോ ക്യാൻസർ സ്ക്രീനിങ്സുകൾ നമുക്ക് ചെയ്യാം. ഓക്കെ. Then pregnancy and newborn care. Pregnancy ടൈമിലും അതിനുള്ള കൂടുതൽ കെയറുകളൊക്കെ പരിചരണങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ പ്രഗ്നൻസി ടൈമിൽ തന്നെ മറ്റു അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെന്റീവ് ആയിട്ടുള്ള കെയറുകൾ കൊടുക്കാം. അതുപോലെ തന്നെ ന്യൂ ബോൺ ബേബീസിനും അത്യാവശ്യം അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ടുള്ള കെയർ പരിശീലനമൊക്കെ കൊടുക്കാം. Then റൊട്ടീൻ കെയർ ഫോർ ചിൽഡ്രൻ. കുട്ടികളിലാണെങ്കിലും ഒരു റൊട്ടീൻ ചെക്കപ്പ് ഒക്കെ ഇടയ്ക്ക് നടക്കുന്നത് നല്ലതായിരിക്കും. ബ്ലഡ് ടെസ്റ്റുകളോ അങ്ങനെയൊക്കെ എടുക്കാം. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും അസുഖങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. അപ്പോ അങ്ങനെയുള്ള കുറച്ച് ചെക്കപ്പുകളൊക്കെ ചെയ്യുക. കുട്ടികൾക്കാണെങ്കിലും ഇമ്മ്യൂണിറ്റി ഉണ്ടോ, ഇമ്മ്യൂണിറ്റി ഒക്കെ ചെക്ക് ചെയ്യുക. അപ്പൊ അതിനായിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ നൽകാം. അപ്പൊ നമുക്ക് അതുവഴിയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാം. ദെൻ പേഷ്യന്റ് കൗൺസിലിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു പേഷ്യൻസിന് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാം അല്ലെ. അതായത് പുതിയ പുതിയ അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കാം. ദെൻ ജീവിതശൈലി അല്ലെങ്കിൽ ഫുഡിന്റെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, എന്തെല്ലാം ആഹാരങ്ങൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം അല്ലെ. പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ആഹാരങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയൊക്കെയായി മാറണം, എക്സർസൈസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കാം അല്ലെ. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് പരമാവധി നമ്മളുടെ അസുഖങ്ങളിനെ പരമാവധി നമുക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ തടയാനായിട്ട് സാധിക്കും. മെഡിക്കൽ ടെസ്റ്റുകൾ അല്ലെ. ഇപ്പൊ ചില ആളുകളൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് മെഡിസിൻ ഒക്കെ കഴിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ചിലവര് ഒരു 6 മന്ത് 6 മാസം കൂടുമ്പോൾ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ ചെയ്യാറുണ്ട്. അത് ഒരു വിധത്തിലും നല്ലതാണ്. കാരണം ബ്ലഡ് ടെസ്റ്റുകളും മറ്റു BP, ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇതെല്ലാം ഒരു മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്തത് വളരെ നല്ലതാണ്. നമ്മളുടെ ഈ ബോഡിയെ കുറിച്ച് കൂടുതൽ അറിയാനും നമുക്ക് എന്താണ് പോരായ്മകൾ അല്ലെങ്കിൽ BP അല്ലെങ്കിൽ ഷുഗർ കൂടുതലാവുന്നൊക്കെ അറിയണമെങ്കിൽ ഇടയ്ക്ക് മാസത്തിലല്ല മിനിമം ഒരു 6 മാസം കൂടുമെങ്കിലും ഇങ്ങനെ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുന്നവരും ഉണ്ടോ. അപ്പൊ അവര് ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് മെഡിസിൻ ഫോളോ ചെയ്യുന്നവരും ആഹാരക്രമങ്ങളിലും അല്ലെ എല്ലാ തരത്തിലും ഇങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് റെഗുലർ ആയിട്ട് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. റെഗുലർ ചെക്കപ്പുകൾ അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്സ് നടത്തുന്നത് പ്രതിരോധിക്കാനായിട്ട് പരമാവധി നമുക്ക് കഴിയുന്നു. ഓക്കെ. ഈ പറഞ്ഞതെല്ലാം പ്രിവെന്റീവ് കെയർ ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആരോഗ്യത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള പ്രിവെന്റീവ് കെയറുകളാണ് നമ്മൾ പിക്ചറിലൂടെ പറഞ്ഞത്. വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, ക്യാൻസർ സ്ക്രീനിങ്സ്, pregnancy and newborn care, routine care for children, patient counseling, medical test, then regular checkups. Okay, ഇതൊക്കെയാണ് പ്രിവെന്റീവ് കെയർ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എന്താണ് പ്രിവെന്റീവ് ഫങ്ഷൻസ് എന്ന് നോക്കാം കേട്ടോ. It is an emerging secondary function for hospital. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞത് ഏതായിരുന്നു? പ്രൈമറി ഫംഗ്ഷൻ ഏതാണ്? പ്രൈമറി ഫംഗ്ഷൻ പറഞ്ഞോയോ പഠിച്ചത്? ക്യൂറേറ്റീവ് ഫംഗ്ഷൻ. സെക്കൻഡ് പ്രിവെന്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എമർജിങ് സെക്കൻഡറി ഫംഗ്ഷൻ. ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ഫംഗ്ഷൻ ആണ്, ദ്വിതീയ പ്രവർത്തനം. ഓക്കെ, ദ്വിതീയ പ്രവർത്തനങ്ങളാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പ്രൈമറി ആണ്. ഇറ്റ് ഈസ് നോട്ട് എമർജിങ് സെക്കൻഡറി ഫംഗ്ഷൻ ഫോർ ദ ഹോസ്പിറ്റൽ ആൻഡ് കൺസേൺഡ് വിത്ത് ഹെൽത്ത് പ്രൊമോഷൻ. ഇത് കൺസേൺഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹെൽത്ത് പ്രൊമോഷനെയാണ്. അതായത് ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്തിനെയായിരുന്നു? ക്യൂറേറ്റീവ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനെയായിരുന്നു? ഓർമ്മയുണ്ടോ? പ്രൊവൈഡിങ് പേഷ്യന്റ് കെയർ. പറഞ്ഞുപോയോ? ക്യൂറേറ്റീവ് പേഷ്യന്റ് കെയറിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ സെക്കൻഡറിയില പ്രിവെന്റീവ് ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഹെൽത്ത് പ്രൊമോഷനെയാണ് അല്ലെ, ആരോഗ്യത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. It is geared towards providing preventive services through a community health center. It is geared വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്നത് towards providing preventive services.
പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ത്രൂ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് വഴിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പ്രിവെന്റീവ് ഫങ്ഷൻസിൽ വരുന്നത്. അപ്പൊ നിങ്ങളുടെ വീടിന്റെ അരികിലൊക്കെ ആണെങ്കിൽ തന്നെ ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാകും അല്ലെ, ചെറിയ ചെറിയ ഹെൽത്ത് സെന്റേഴ്സുകൾ ഉണ്ടല്ലോ. അപ്പോ അവിടുന്ന് എന്തെല്ലാം സേവനങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഹെൽത്ത് സെന്റേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാക്സിനുകൾ അല്ലെ, കുഞ്ഞുങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ കുത്തിവയ്പ്പുകളൊക്കെ ഉണ്ടാകും. വേറെ എന്തെല്ലാം സേവനങ്ങളുണ്ട് ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നും? മെഡിസിൻസുകൾ ലഭിക്കാറുണ്ട്. വേറെ BP ഇതൊക്കെ നോക്കാറില്ലേ? ഹെൽത്ത് സെന്റേഴ്സിൽ പോയിട്ട് നോക്കാറുണ്ടോ? BP നോക്കാൻ പറ്റും, ഷുഗർ ലെവലും BP ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, വെയിറ്റ് ഒക്കെ നോക്കാം, വെയിറ്റ് മെഷീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോ ഹെൽത്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, അതായത് സമൂഹത്തിലെ ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളൊക്കെയാണ്. പ്രഗ്നൻസി ടൈമിലെ കെയറുകളും കാര്യങ്ങളൊക്കെ ലഭിക്കും. ഓക്കെ, പ്രഗ്നൻസി കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ ഇടയ്ക്ക് വെക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ കൗമാരക്കാർക്കുള്ള ക്ലാസ്സുകൾ, അഡോളസൻസിനും പ്രഗ്നൻസിക്കും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളും അവയർനെസ് ക്ലാസ്സുകളും ഇതുപോലെ തന്നെ എന്താ മെഡിസിൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ പ്രഗ്നൻസിക്ക് ഒക്കെ ആണെങ്കിൽ തന്നെ മെഡിസിൻസുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അവിടെ വൈറ്റമിൻസ്, മെഡിസിൻ, ടാബ്ലറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് പറയുന്നത് പ്രിവെന്റീവ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയിലെ ഹെൽത്ത് സെന്റേഴ്സ് ആണ്. ഈ ഹെൽത്ത് സെന്റേഴ്സ് കൊടുക്കുന്ന ഇതുപോലത്തുള്ള പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Then it is concentrate it more on social aspect of the health, and also it take in active role in improve the health of the population. അപ്പൊ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ ആസ്പെക്റ്റിനെയാണ്. സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത്, അതായത് നമ്മളുടെ ഒരു സമൂഹത്തിലെ എന്താ പറയാ ആരോഗ്യത്തിന്റെ ഒരു സാമൂഹ്യ വശങ്ങളെയാണ് ഇവിടെ അവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആരോഗ്യ വശങ്ങളെ, സമൂഹത്തിലെ എല്ലാവരുടെയും ആരോഗ്യത്തെയാണ് അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. It takes an active role in improve the health of population. അതോടൊപ്പം തന്നെ ജനസംഖ്യയുടെ, നമ്മുടെ പോപ്പുലേഷന്റെ ഹെൽത്ത്, ആരോഗ്യത്തെ, പോപ്പുലേഷന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. പോപ്പുലേഷനും ഹെൽത്തുമായിട്ട് എന്താണ് റിലേഷൻ? എന്തായിരിക്കും? പോപ്പുലേഷൻ ആരോഗ്യവുമായിട്ട് റിലേറ്റഡ് ആണോ? പോപ്പുലേഷൻ ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ആണോ അല്ലയോ? ആണ്. എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, പോപ്പുലേഷൻ, ജനസംഖ്യയും ആരോഗ്യവും തമ്മിൽ. പൊല്യൂഷൻ ഇൻക്രീസ് ആണോ ഉദ്ദേശിച്ചത്? അതായത് ഇവിടെ പറയുന്നത് ജനസംഖ്യയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനാണ്. അതായത് ജനസംഖ്യയെ നമ്മൾ നിലനിർത്തണം അല്ലെ. ജനസംഖ്യ കുറയുന്നത് എപ്പോഴാണ്? ഗുഡ് ഹെൽത്ത് ഉണ്ടെങ്കിൽ പോപ്പുലേഷൻ ഉണ്ടാകും. ഓക്കെ, വിശ്വഭാരത് കറക്റ്റ് ആണ്. നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിലേ ജനങ്ങൾ ഉണ്ടാക്കുള്ളൂ, ആരോഗ്യം ഉണ്ടെങ്കിലേ ജീവനുള്ളൂ അവിടെ അല്ലേ. അപ്പോ നല്ലൊരു എന്താ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ, നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് വന്ന ടൈമില് എത്രയോ പേര് മരണപ്പെട്ടു അല്ലേ. ആണോ? ചിലപ്പോ വാക്സിൻ എടുക്കാത്തവരുണ്ടാകാം ആ കൂട്ടത്തില്ല. വാക്സിൻ എടുത്തിട്ടും ഇല്ല, നമ്മളൊക്കെ എല്ലാവരും തന്നെ വാക്സിൻ എടുത്തു. വാക്സിൻ എടുത്തോ നിങ്ങള്? ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും ബൂസ്റ്റർ ഒക്കെ എടുത്തിട്ടുണ്ടാകും എല്ലാവരും. എന്തുകൊണ്ടാണ് നമ്മൾ എടുത്തത്? നമുക്ക് വേണമെങ്കിൽ എടുക്കാതിരിക്കായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നമ്മൾ വാക്സിൻ എടുത്തത്? വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എടുത്തിട്ടും കൊറോണ വന്നു, അത് ഓക്കെ. എങ്കിലും നമ്മളൊരു പ്രിവെന്റേഷൻ, കൊറോണ വന്നെങ്കിലും നമ്മൾ വാക്സിൻ എടുത്തത് കൊണ്ടാണ് അത്രക്ക് മേജർ ആവാതെ വന്നത് അല്ലേ. ആണോ? വാക്സിൻ എടുത്തത് കൊണ്ട് നമുക്ക് എന്താണ് സർവർ ആയില്ല, അധികം മേജർ ക്രിട്ടിക്കലിലോട്ട് എത്തിയില്ല. നോർമലി വാക്സിൻ എടുത്തവർക്കും എല്ലാവർക്കും അല്ല കേട്ടോ, വാക്സിൻ എടുത്തവരിലും വന്നിട്ടുണ്ട്, വന്നില്ല ഞാൻ പറയുന്നില്ല. സീരിയസ് ആയില്ല കുറച്ച് ക്രിട്ടിക്കൽ ആയില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മളുടെ ബോഡിയിൽ അതിന്റെ പ്രതിരോധിക്കാനായിട്ടുള്ള വാക്സിൻ എടുത്തിട്ടുണ്ട് ഓൾറെഡി. സോ അതുകൊണ്ട് അത് മേജർ ആയില്ല എന്ന് പറയാം അപ്പൊ പോപ്പുലേഷനും ആ ഒരു ടൈമിലും ഒത്തിരി പേര് വാക്സിൻ എടുക്കാത്തവരുമുണ്ട് എടുക്കാത്തവരുമുണ്ട്. പക്ഷെ കുറച്ച് മേജർ സിറ്റുവേഷൻ ആയി പോയി വന്നപ്പോ എടുത്തവരാണെങ്കിൽ അത്ര ക്രിട്ടിക്കൽ ആയില്ല എന്ന് വരാം. പക്ഷെ ഈ കോവിഡ് ടൈമിൽ വാക്സിൻ എടുക്കാത്തവരൊക്കെ ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിലും അവർക്ക് എന്താണ് ക്രിട്ടിക്കൽ ആയി പോയി. കുറെ പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ ടൈമില് അപ്പൊ നമ്മുടെ ജനസംഖ്യയിൽ ഒത്തിരി മാറ്റം വന്നു
കുറെ പേര് കോവിഡ് ടൈമിൽ എത്രയോ ഇപ്പോഴും എടുക്കാത്തവരുണ്ട്. ഓക്കെ, ഇപ്പോഴും എടുക്കാത്തവരുണ്ട്, കൂട്ടത്തിലൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ അത് എല്ലാവരിലും ഒരേപോലെ ഇഫക്ട് ചെയ്യണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ചിലവർക്ക് എടുത്തവർക്കും വന്നു എന്ന് പറഞ്ഞു, പക്ഷെ എടുക്കാത്തവരിലും വന്നു. അത് മേജറായും മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോപ്പുലേഷനിൽ ഭയങ്കര വ്യത്യാസം വന്നു. ഈ കോവിഡ് ടൈമിൽ എത്രയോ ആളുകളാണ് കോവിഡ് ആയിട്ട് മരിച്ചുപോയത്, ഈ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സോ പോപ്പുലേഷൻസിൽ വ്യത്യാസം വന്നോ? അപ്പൊ ഹെൽത്തും പോപ്പുലേഷനും തമ്മിൽ റിലേറ്റഡ് അല്ലേ? ആണോ? മനസ്സിലായോ റിലേഷൻ എന്താണെന്ന്? ഓക്കെ, അപ്പോ നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിലേ നല്ലൊരു ജനതയുള്ളൂ, നല്ലൊരു പോപ്പുലേഷനും ഉണ്ടാവുകയുള്ളൂ. സോ ഇങ്ങനെയുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മള് എല്ലാവരും തന്നെ എടുക്കാറുണ്ടോ? ആരെങ്കിലും എടുക്കാത്തതുണ്ടോ വാക്സിനുകള്? കൃത്യമായിട്ടും നമുക്ക് കുഞ്ഞ് ജനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്ക് തരില്ലേ? ഒരു ചെറിയൊരു ബുക്ക് കിട്ടാറുണ്ട് അല്ലെ, വാക്സിൻ ബുക്ക്. അത് കൃത്യമായിട്ട് അതിനകത്ത് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടും വീണ്ടും നമ്മള് വൈറ്റമിൻസ് ഒക്കെ കൃത്യമായിട്ടൊക്കെ കൊടുക്കും കുഞ്ഞുങ്ങളില്. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എങ്കിലും അസുഖങ്ങൾ വരില്ല എന്നല്ല, വന്നാലും അതത്ര മേജറിലേക്ക് പോകില്ല. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വാക്സിനും പ്രതിരോധ കുത്തിവയ്പ്പുകള് അതോടൊപ്പം തന്നെ മെഡിസിൻസുകളൊക്കെ കഴിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രിവെന്റീവ് ഫങ്ഷൻസിൽ വരുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പ്രിവെന്റീവ് കെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. സെക്കൻഡറി ഫങ്ഷൻ ആണ് ഇത് ഹെൽത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ദെൻ കമ്മ്യൂണിറ്റി സെന്റേഴ്സ് വഴിയാണ് നമ്മൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ നൽകുന്നത്. ദെൻ സോഷ്യൽ ആസ്പെക്ട്, ഒരു സമൂഹത്തിനെയാണ് സമൂഹത്തിന്റെ ആരോഗ്യത്തെയാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ, ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടെങ്കിലേ നല്ലൊരു പോപ്പുലേഷൻ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണോ സെക്കൻഡ് ഫങ്ഷൻ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിക്കുമ്പോ പ്രിവെന്റീവ് കെയർ എന്തൊക്കെ ആക്ടിവിറ്റികളാണെന്ന് ഒന്ന് വായിച്ചു വെക്കണേ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രിവെന്റീവ് കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, വായിച്ചോളൂ കേട്ടോ. പ്രിവെന്റീവ് കെയർ വായിക്കുക. നമ്മൾ ഫങ്ഷൻസ് വായിച്ചു നോക്കാം. വായിക്കുമ്പോ അർത്ഥം മനസ്സിലാക്കി വായിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് ക്ലിയർ ആയില്ല എങ്കിൽ ചോദിക്കാം കേട്ടോ. സംശയം വെച്ച് പഠിക്കുകയും വായിക്കുകയും ചെയ്യാൻ പാടില്ല. എപ്പോഴും പറയില്ലേ, നമ്മൾ മനസ്സിലാക്കി വായിക്കാം കേട്ടോ. വായിക്കുന്ന കാര്യം നമുക്ക് മനസ്സിൽ പതിയണം. വായിക്കുമ്പോ വെറുതെ ഒരൊറ്റ നോട്ടത്തിൽ ഓടിച്ച് വായിക്കാനല്ല പറയുന്നത്. വായിക്കുന്ന ഓരോ വരെയും നമ്മുടെ മനസ്സിൽ പതിയണം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ വായിക്കേണ്ടത്. ചെറിയ ചെറിയ ചാപ്റ്ററുകളൊക്കെ അല്ലേ ഇത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിലൂടെ തന്നെ ഒരു 50% പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ പഠിക്കൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും? ഓക്കെ, മൂന്നാമത്തെ ഫംഗ്ഷൻ നോക്കാം. വളരെ കുറച്ചുള്ളൂ, 2 ലൈനുള്ളൂ കേട്ടോ. ട്രെയിനിങ് ഫങ്ഷൻസ്. ഓക്കെ, ട്രെയിനിങ് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സെക്കൻഡറി ഫങ്ഷൻ. ഇതും ഒരു ദ്വിതീയ പ്രവർത്തനമാണ്. സെക്കൻഡറി ഫങ്ഷൻ ആണ്. ഈസ് കൺസേൺഡ് വിത്ത് പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ കോഴ്സസ് ഫോർ ദ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ പേഴ്സണൽ ഹു പ്രൊവൈഡ് ഹെൽത്ത് സർവീസ്. ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കല്, അതായത് ടെക്നീഷ്യന്മാരുണ്ടാവുമല്ലോ ഹോസ്പിറ്റലുകളിൽ. അപ്പോ ഹെൽത്ത് സർവീസും, അതായത് ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെ ട്രെയിനിങ് ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടാകും. ടെക്നിക്കൽ പേഴ്സൺസിന് വ്യക്തികൾക്കും നമ്മൾ കൊടുക്കുന്ന
ട്രെയിനിങ്ങുകളും വിദ്യാഭ്യാസ കോഴ്സുകളുമാണ് ട്രെയിനിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക ഹോസ്പിറ്റലില്? ട്രെയിനിങ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞു സ്റ്റാഫുകൾക്ക് കൊടുക്കാം. വേറെ സ്റ്റാഫിന് മാത്രം മതിയോ? ഡോക്ടേഴ്സിന് വേണ്ടേ? ഫിസിഷ്യന്മാർക്ക് വേണ്ടി ട്രെയിനിങ് ഡോക്ടേഴ്സിന്, ഫിസിഷ്യൻസിന്, തെറാപ്പിസ്റ്റുകൾ അല്ലെ, അല്ലെങ്കിൽ പല മേഖലയിലുള്ള ടെക്നീഷ്യന്മാർക്ക്, ഇവർക്ക് എല്ലാവരും നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്തിലായിരിക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കുക? ഇപ്പോ പേഷ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് ഡോക്ടേഴ്സിനും നഴ്സസിനും ഒരു ട്രെയിനിങ് ഒക്കെ നൽകാം. അതോടൊപ്പം തന്നെ ടെക്നീഷ്യന്മാരുണ്ടാകും. എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ടത്? ടെക്നീഷ്യന്മാരൊക്കെ ആണെങ്കിൽ പുതിയ പുതിയ എക്യുപ്മെന്റ്സുകൾ, എങ്ങനെയാ എക്യുപ്മെന്റ്സുകൾ ഹാൻഡിൽ ചെയ്യണം, പുതിയ പുതിയ അസുഖങ്ങൾ വരുമ്പോൾ അതിന് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, എക്യുപ്മെന്റ്സുകളുടെ ഉപയോഗം എങ്ങനെയാണ്, അല്ലെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോ ഉയർന്നു വരികയാണ്. ഇപ്പൊ റോബോട്ടിക് ഓപ്പറേഷൻസും അങ്ങനെ പല പല പുതിയ പുതിയ ടെക്നോളജി ഇങ്ങനെ ഡേ ടു ഡേ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിവ് കിട്ടണം അല്ലെ. അപ്പോ ഇപ്പൊ പേഷ്യൻസിനെ കുറിച്ചും എക്യുപ്മെന്റിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് പോലെയൊക്കെ ചെയ്യാം. പുതിയ പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ ആണെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതും അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണ് ഈ ട്രെയിനിങ് ഫംഗ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻ ആണ് പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു എഡ്യൂക്കേഷൻ അറിവാണ് നമ്മൾ കൊടുക്കുന്നത്. എക്യുപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള പുതിയ അറിവുകള്, അല്ലെങ്കിൽ പുതിയ ചികിത്സാ രീതികള്, നിങ്ങൾ പറഞ്ഞ പോലെ പുതിയ പുതിയ അസുഖങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, സ്റ്റാഫുകൾക്കാണെങ്കിലോ ഏത് രീതിയിലാണ് പേഷ്യന്റിന് കെയർ നൽകേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ട്രെയിനിങ്ങും ഒരു ക്ലാസ്സുകളും പോലെ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, ഒരു വിദ്യാഭ്യാസത്തിന് നമ്മൾ നൽകണം. ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ പേഴ്സൺസിനും അതർ ഡോക്ടേഴ്സ്, നഴ്സസ്, സ്റ്റാഫുകള്, മറ്റു ടെക്നിക്കൽ സ്റ്റാഫുകൾക്കും ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ്സും അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷനും കൊടുക്കുക. അത്രയുള്ളൂ ട്രെയിനിങ് ഫംഗ്ഷൻസിൽ പറയുന്നത്. ക്ലിയർ ആണോ? ചെറിയൊരു പോയിന്റ് ആണത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് വായിക്കാം കേട്ടോ. വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി വായിക്കണേ. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ലാസ്റ്റ് ഫംഗ്ഷൻ, നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിസർച്ച് ഫംഗ്ഷൻ. റിസർച്ച് അല്ലെ, റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ എന്താണ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിസർച്ച് എന്നുള്ള ടേം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹോസ്പിറ്റലും അല്ലാതെ തന്നെ ഗവേഷണം. ഓക്കെ, മലയാളത്തിലാണ് പറഞ്ഞത്. ഓക്കെ, ഗവേഷണമാണ് അത്. ഓക്കെ, എന്താണ് ഗവേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റഡീസ് ആണ്. കൂടുതൽ പഠിക്കുക അല്ലെ, ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള കൂടുതൽ അറിവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള ഒരു അറിവിനെയാണ് എന്ത് വിളിക്കുക? ഗവേഷണം എന്ന്, അല്ലെങ്കിൽ റിസർച്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയായിരിക്കും? ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ചിട്ട് അവിടെ എന്തെല്ലാം റിസർച്ചുകളായിരിക്കും നടത്തുന്നത്? എന്തൊക്കെയായിരിക്കാം എന്നാലോചിച്ച് നോക്കി. പുതിയ പുതിയ മെഡിസിൻസുകൾ. ഓക്കെ, പുതിയ മെഡിസിൻസുകള് വേറെ എന്തൊക്കെയുണ്ട്? പ്രിവെന്റ് ഡിസീസസ്. ഓക്കെ, രോഗങ്ങളെ കുറിച്ച് തടയാൻ എക്യുപ്മെന്റ്സുകള്. ഓക്കെ, മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സുകള്, രോഗലക്ഷണങ്ങള്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കാം, റിസർച്ച് ഫംഗ്ഷൻ. It is a secondary function and concerned with conducting the health related research. Okay, ഇതും ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. അപ്പൊ പ്രൈമറി ഫംഗ്ഷൻസിൽ വരുന്നത് ക്യൂറേറ്റീവ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി മൂന്നും സെക്കൻഡറി ഫംഗ്ഷൻസ് ആണ്. It is a secondary function and concerned with conducting the health related research. ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ആരോഗ്യപരമായിട്ടുള്ള റിസർച്ചുകളാണ്. ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള റിസർച്ചുകളാണ് റിസർച്ച് ഫംഗ്ഷൻസിൽ ചെയ്യുന്നത്.
that focus on improvement of the health and or prevention of diseases. That focus on improvement of the health. നമ്മുടെ പേഷ്യൻസിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനും പ്രിവെന്റേഷൻ ഓഫ് ഡിസീസസ് രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ഗവേഷണങ്ങളാണ് നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിന്റെ റിസർച്ച് ഫംഗ്ഷൻസിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ പുതിയ രോഗങ്ങളെ കണ്ടുപിടിക്കുക, പുതിയ വൈറസുകൾ ഏതൊക്കെയാണ്, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുതിയ നമ്മള് കോവിഡ് വാക്സിനൊക്കെ കണ്ടെത്തിയില്ലേ, അതുപോലെ തന്നെ എന്താണ് പുതിയ പുതിയ വാക്സിനുകളും അല്ലെങ്കിൽ പുതിയ പുതിയ മെഡിസിനുകള് അല്ലെങ്കിൽ പ്രതിരോധത്തിനായിട്ടുള്ള മറ്റു മാർഗങ്ങള്, ഇനി പുതിയ അസുഖങ്ങളെ കണ്ടുപിടിക്കുക, നിങ്ങൾ പറഞ്ഞ പോലെ അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ് അല്ലേ, ഇങ്ങനെയുള്ള ആരോഗ്യത്തെ കുറിച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രിവെന്റേഷൻ ഓഫ് ഡിസീസസ് രോഗങ്ങളെ തടയാനുമായിട്ടുള്ള ഗവേഷണങ്ങളാണ് നമ്മൾ റിസർച്ച് ഫംഗ്ഷനുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യമുള്ളൂ റിസർച്ച് ഫംഗ്ഷൻസിൽ വരുന്നത്. രോഗത്തെ പ്രതിരോധിക്കാനും ആരോഗ്യത്തെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള റിസർച്ചുകളൊക്കെ കണ്ടുപിടിക്കുന്നതിലൂടെ കൂടുതൽ ആളുകളുടെ ആരോഗ്യത്തെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയ റിസർച്ച് ഫംഗ്ഷൻ. വായിച്ചു നോക്കാം കേട്ടോ. നാലാമത്തെ ഫംഗ്ഷൻ വായിക്കാം. കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും? ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പഠിച്ചോ? ഒരു 50% എല്ലാവരും പഠിച്ചതാണ് എന്റെ വിശ്വാസം കേട്ടോ. ആണോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ എന്റെ വിശ്വാസം മാത്രമാണോ? ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്. ആകെ 4 ഫംഗ്ഷൻസിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഡി ആക്കിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ആണോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലല്ലോ? PDF അല്ലേ ഉള്ളത്? ഓക്കെ, PDF കിട്ടി. ഓക്കെ, അപ്പൊ PDF ഉണ്ടല്ലോ. ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിന് വേറെ പ്രിന്റ് എടുത്തു എല്ലാവരും. പ്രിന്റ് എടുത്തിട്ടുണ്ട് എല്ലാവരും? PDF പ്രിന്റ് എടുത്തിട്ടുണ്ട് എല്ലാവരും? ഇല്ല, കുറച്ച് പേര് എടുക്കാനുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ പ്രിന്റ് ഇപ്പോ തൽക്കാലം ഇപ്പൊ പ്രിന്റ് എടുക്കാം. ഓരോ ക്ലാസ് എടുക്കുമ്പോഴും അതനുസരിച്ചിട്ടുണ്ട് പ്രിന്റിൽ വായിക്കുക, നോക്കുക. ദെൻ നമുക്ക് വേറെ എക്സ്ട്രാ നോട്ടൊന്നും ഇതിൽ വേറെ പറയുന്നില്ല. വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കയ്യിൽ റഫ് ബുക്ക് ഉണ്ടോ? ഇപ്പോ റഫ് ബുക്കും പെണ്ണുണ്ടോ? ഉണ്ട്, എല്ലാവരുടെയും കയ്യിലുണ്ടോ? ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ നോട്ട്. നമുക്കിതൊരു വളരെ ചെറിയ ചാപ്റ്റർ അല്ലേ, ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമുക്ക് ഒരുപാട് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ അടുത്ത ക്ലാസ്സിലായിരിക്കും എടുക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് മാക്സിമം സിമ്പിൾ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, വേറെ എക്സ്ട്രാ നോട്ട് ഒന്നും ടീച്ചർ തരുന്നില്ല കേട്ടോ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം, ഒറ്റ ഇതിൽ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ചെറിയ ചാപ്റ്റർ ആണ്. ബാക്കി എല്ലാ ക്ലാസ്സിലും നമുക്ക് നല്ല നോട്ട്സ് ഒന്നും ചെയ്യാം. ഇപ്പൊ നമുക്ക് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എക്സാം ഒക്കെയാണ്, അതുകൊണ്ട് ഒരുപാട് സ്പീഡിൽ എടുത്ത് പോകുന്നത് ചെയ്യാം. എക്സാമിന് നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങളുടെ ക്ലാസ്സുകളും അല്ലെ അറ്റൻഡ് ചെയ്യാനൊക്കെ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് നോട്ട്ബുക്ക് എടുക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് എഴുതി വെക്കാം. അപ്പൊ പ്രിന്റ് ഇല്ലാത്തവര് കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ കയ്യില്, അതുകൊണ്ടാണെന്ന് എഴുതി എടുക്കാൻ പറയുന്നത് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഹെഡിങ് കൊടുക്കുക. ചാപ്റ്ററിന്റെ പേര് ഹെഡിങ് കൊടുക്കുക, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ. കൊടുത്തു എല്ലാവരും? PDF ആണെന്ന് പറഞ്ഞല്ലോ കുറച്ചു പേര്, അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്.
പ്രിന്റ് ഔട്ട് എടുക്കുക അടുത്ത ദിവസം. ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഹെഡിങ് കൊടുക്കുക. ദെൻ അടുത്തൊരു ഹെഡിങ് പോലെ കൊടുക്കുക, ഫങ്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഹെഡിങ് പോലെ കൊടുക്കുക. മാക്സിമം ഷോർട്ട് ആയിട്ടാണ് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഫങ്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. എന്നിട്ട് 4 ഫങ്ഷൻസ് താഴെ എഴുതാം. ക്യൂറേറ്റീവ് ഫങ്ഷൻ, പ്രിവെന്റീവ് ഫങ്ഷൻ, ട്രെയിനിങ് ഫങ്ഷൻ, റിസർച്ച് ഫങ്ഷൻ. ക്യൂറേറ്റീവ്, പ്രിവെന്റീവ്, ട്രെയിനിങ്, റിസർച്ച്. എഴുതിയോ? ഇനി നെക്സ്റ്റ് വൺ എന്ന് എഴുതിക്കൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതാം. ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എഴുതാം. ക്യൂറേറ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി അതിന്റെ താഴെ ജസ്റ്റ് ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് എഴുതണം കേട്ടോ. ഷോർട്ട് ആക്കി എഴുതുന്നേനെ. ക്യൂറേറ്റീവ് ഫംഗ്ഷന്റെ താഴെ ആരോ മാർക്ക് ഇടാം. ഫസ്റ്റ് സ്റ്റാർ പോയിന്റ് ആരോ മാർക്ക് എന്തെങ്കിലും ഇടാം. എന്നിട്ട് എഴുതാം ഫസ്റ്റ് ആരോയില്ല ആരോ മാർക്ക് ചെയ്തിട്ട് പ്രൈമറി ഫംഗ്ഷൻ എഴുതാം. പ്രൈമറി ഫംഗ്ഷൻ. പ്രൈമറി ഫംഗ്ഷൻ. ദെൻ അടുത്തത് അതിന്റെ ഒപ്പം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റാർ പോയിന്റ് ഇടാം. പേഷ്യന്റ് കെയർ. പേഷ്യന്റ് കെയർ. ദെൻ അടുത്ത സ്റ്റാർ പോയിന്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അടുത്ത സ്റ്റാർ പോയിന്റില് ഹെൽത്ത് എഡ്യൂക്കേഷൻ. കംപ്ലീറ്റ് ചെയ്തോ? ക്യൂറേറ്റീവ് ഫംഗ്ഷൻസിൽ 3 കാര്യങ്ങളാണ്. പ്രൈമറി ഫംഗ്ഷൻ ആണ്, പ്രൊവൈഡിങ് പേഷ്യന്റ് കെയർ, ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി 2 ഇട്ടിട്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ എഴുതാം. പ്രിവെന്റീവ് ഫംഗ്ഷൻ. പ്രിവെന്റീവ് ഫംഗ്ഷൻ എഴുതാം. പ്രിവെന്റീവ് ഫംഗ്ഷൻ എഴുതാം. അതുപോലെ തന്നെ കേട്ടോ. ഫസ്റ്റ് സ്റ്റാർ പോയിന്റ് ഇടാം. സെക്കൻഡറി ഫംഗ്ഷൻ. ആദ്യം ഒരു സ്റ്റാർ പോയിന്റ് ഇടാം. സെക്കൻഡറി ഫംഗ്ഷൻ എഴുതാം. Then next star point, അടുത്ത സ്റ്റാർ പോയിന്റില് ഹെൽത്ത് പ്രൊമോഷൻ. ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാണല്ലോ. ഹെൽത്ത് പ്രൊമോഷൻ. Then അടുത്ത സ്റ്റാർ പോയിന്റില് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. സെന്റർ. അടുത്ത സ്റ്റാർ പോയിന്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. Then അടുത്തൊരു സ്റ്റാർ പോയിന്റില് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത്. അടുത്ത സ്റ്റാർ പോയിന്റ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത്. സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത്. അടുത്തൊരു സ്റ്റാർ പോയിന്റ് കൂടി എഴുതാം. ഹെൽത്ത് ഓഫ് പോപ്പുലേഷൻ. Health of the population. Okay, complete ചെയ്തോ? എന്തൊക്കെയാണ് പ്രിവെന്റീവ് ഫംഗ്ഷൻസിൽ എഴുതിയത്? സെക്കൻഡറി ഫംഗ്ഷൻ, then health promotion, then community health center, social aspect of health, health of the population. Okay, ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എഴുതാം. ട്രെയിനിങ് ഫംഗ്ഷൻ. 3 ഇട്ടിട്ട് ട്രെയിനിങ് ഫംഗ്ഷൻ എഴുതാം. ട്രെയിനിങ് ഫംഗ്ഷൻ. Then ഫസ്റ്റ് സ്റ്റാർ പോയിന്റിൽ സെക്കൻഡറി ഫംഗ്ഷൻ. അത് ഒരു സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. സെക്കൻഡറി ഫംഗ്ഷൻ. രണ്ടാമത്തെ സ്റ്റാർ പോയിന്റ് ഇടാം. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. Then അടുത്ത സ്റ്റാർ പോയിന്റ് എഴുതാം
technical personnel, doctors, nurse, therapist. Example പോലെ എഴുതാറാണ് കേട്ടോ. ഡോക്ടേഴ്സ്, നഴ്സ്, തെറാപ്പിസ്റ്റ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഇനി നാലാമത്തെ റിസർച്ച് ഫംഗ്ഷൻ എഴുതാം. റിസർച്ച് ഫംഗ്ഷൻ. ഓക്കെ, റിസർച്ച് ഫംഗ്ഷന്റെ താഴെ ഫസ്റ്റ് സ്റ്റാർ പോയിന്റ് സെക്കൻഡറി ഫംഗ്ഷൻ. തേർഡ് പോയിന്റ് ഏതിലായിരുന്നു? തേർഡിലാണോ പറഞ്ഞത്? അതായത് ടെക്നിക്കൽ പേഴ്സണൽ, ഡോക്ടർ, ആർക്കൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന്. ഓക്കെ, ടെക്നിക്കൽ പേഴ്സണൽ, ഡോക്ടർ, നഴ്സ്, തെറാപ്പിസ്റ്റ്. ജസ്റ്റ് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ട്രെയിനിങ്സ് നമ്മൾ കൊടുക്കുമല്ലോ ആർക്കൊക്കെയാണെന്ന്, ഡോക്ടേഴ്സിനും തെറാപ്പിസ്റ്റ്, നഴ്സ്, സ്റ്റാഫുകളൊക്കെ പറഞ്ഞിരിക്കും നമ്മൾ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് റിസർച്ച് ഫംഗ്ഷൻ എഴുതാം. റിസർച്ച് ഫംഗ്ഷനിലെ ഫസ്റ്റ് സ്റ്റാർ പോയിന്റിലെ സെക്കൻഡറി ഫംഗ്ഷൻ. സെക്കൻഡ് പോയിന്റില ഹെൽത്ത് റിലേറ്റഡ് റിസർച്ച്. Then next പോയിന്റില health and prevention of disease. Health and prevention of disease. Health and prevention of diseases may be called diseases. കംപ്ലീറ്റ് ചെയ്തോ? സ്പീഡ് കൂടിപ്പോയോ? കുഴപ്പമില്ലല്ലോ, ചെറിയ കുട്ടികളൊന്നുമില്ലല്ലോ, അത്യാവശ്യം ഒരു പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റില്ലേ? ഓക്കെ, അപ്പോ എഴുതിയ ഭാഗം ഒന്ന് വായിച്ചു നോക്കി നിങ്ങളാ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതി. നോട്ടായിട്ടല്ല, ഞാൻ ഇത് PDF കുറച്ച് പേർക്ക് ഇല്ലാതെ പറഞ്ഞല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാട്ടോ ചെറിയതായിട്ട് ടീച്ചർ നോട്ട് പോലെ തന്നത്. മാക്സിമം ഷോർട്ട് ആണത്. നമുക്ക് ഒരുപാട് വലിച്ചു വാരി എഴുതിയിട്ടുണ്ടെങ്കിൽ വായിക്കാൻ തന്നെ തോന്നില്ല അല്ലേ? അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഇത് എഴുതിയത് വായിച്ചാൽ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രിവെന്റീവ് ഫംഗ്ഷനിന്റെ ലാസ്റ്റ് പോയിന്റോ ഇതായിരുന്നു. സോഷ്യൽ ആസ്പെക്ട് ഓഫ്, അത് എഴുതിയോ? സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത്. then health of population. നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന PDF പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ കുറച്ചും കൂടി ഷോർട്ട് ആക്കി നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം പഠിക്കാനായിട്ട്. ക്യൂറേറ്റീവ് ഒന്നുകൂടെ പറയണോ? ക്യൂറേറ്റീവിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്സുകള്? പ്രൈമറി ഫംഗ്ഷൻ അല്ലെ? ഫസ്റ്റ് പോയിന്റ് പ്രൈമറി ഫംഗ്ഷൻ ആയിരുന്നു. then second one patient care. then third one ഏതായിരുന്നു? ഹെൽത്ത് എഡ്യൂക്കേഷൻ. അത്രയല്ലേ പറഞ്ഞത്? ഓക്കെ, ഓക്കെ, വായിച്ചു എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ സ്പീഡ് കൂടിയോന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. എഴുതിയത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? കുഴപ്പമില്ലല്ലോ, മാക്സിമം ഒരു നോർമൽ സ്പീഡിലാണ് പറഞ്ഞത്. ഓക്കെ,
അപ്പൊ എനിക്ക് കുറച്ച്, കാരണം പഴയ 5th 6th ആണെങ്കിൽ കുറച്ച് അറിയാം. ഇതിന്റെ ഒരു നോർമൽ സ്പീഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോ ഇനി ബാക്കി സ്റ്റുഡൻസിന് പുതുതായിട്ട് പരിചയപ്പെട്ടു എന്നേ ഉള്ളൂ. അപ്പൊ ഓരോ ടീച്ചേഴ്സിനും അറിയാലോ, ഓരോ ടീച്ചേഴ്സിനും ഓരോ വേയാണ് ക്ലാസ് അല്ലേ, ടീച്ചിങ് രീതി വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് കുറച്ച് നോർമൽ സ്പീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലെ കുറച്ച് സ്ലോ ആയിരിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നോക്കിയാണോ എല്ലാവരും? പുതിയ സ്റ്റുഡൻസ് അല്ല, നമുക്കറിയാം അറിയാത്ത ടെക്നിക്സ് പരിചയപ്പെടാം എല്ലാവരും കേട്ടോ. എല്ലാവരും ഒരുമിച്ച് പരിചയപ്പെടാൻ പറ്റില്ലല്ലോ, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഓരോ ക്ലാസ്സിലൂടെയൊക്കെ നമുക്ക് കുറച്ച് പേരുകളൊക്കെ ഞാൻ ക്യാച്ച് ചെയ്ത് വെച്ചോളാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഫങ്ഷൻസ് മാത്രമാണ്. ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഹോസ്പിറ്റലിന്റെ 4 ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? പഠിച്ചോ? ക്ലിയർ ആണോ എന്നല്ല, പഠിച്ചോ എന്ന് ഞാൻ ചോദിക്കാം. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇത്രയും ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. മീൻസ് നമ്മൾ അതിന്റെ ഓവറായിട്ട് പറഞ്ഞാലും നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പഠിച്ചു എല്ലാവരും? ഇനി നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നല്ലോ. പഠിച്ചു കഴിഞ്ഞില്ല ഇപ്പൊ ഓൾറെഡി ആണോ? റെസ്പോൺസ് ചെയ്യാനോ? ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ അങ്ങനെ ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കാനുള്ള ടൈമാണ്. ഓക്കെ ആണോ എല്ലാവരും? സാറ്റിസ്ഫൈഡ് ആണോ? യെസ് മാം, സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ആയിരിക്കും. ദെൻ ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. ഇപ്പൊ നമ്മൾ ഒരു 80% എല്ലാവരും തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ദെൻ ബാക്കിയുള്ള ഒരു 20% കൂടി പഠിച്ച് ക്ലിയർ ആക്കാം. ദെൻ മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഡെയിലി നമ്മൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാ ചാപ്റ്റേഴ്സ് ഇതുപോലെയാണെങ്കിൽ സുഖമായിരുന്നു. അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഡിഗ്രി പഠിച്ചാലും എല്ലാ സെമസ്റ്ററും ഒരുപോലെ ആയിരിക്കോ? എല്ലാ സെമസ്റ്ററിലും ഈസി ചാപ്റ്റേഴ്സ് വെച്ചാൽ ശരിയാവില്ലല്ലോ. കുറച്ച് ടഫ് പഠിക്കണം, ആവറേജ് പഠിക്കണം, ഈസി പഠിക്കണം. എനിക്ക് ചില ചാപ്റ്റേഴ്സുകളൊക്കെ ചെറിയ ചാപ്റ്റേഴ്സുകളായിരിക്കും. എങ്കിലും വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിലും നിങ്ങൾ ബേസിക് പഠിച്ച ആളുകളല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരു പ്രശ്നമില്ല. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ തന്നെയാണ് നമ്മൾ വീണ്ടും പഠിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു ചാപ്റ്റർ കാണുമ്പോൾ തന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതിനെ നമുക്ക് എത്രത്തോളം സിമ്പിൾ ആക്കാൻ പറ്റും എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. നല്ല ക്ലാസ്. Thank you, ma'am. Thank you, ma'am.